ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. 2 ഡേയ്സ് മൈസൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള തിരക്കിലായിരുന്നു. അതിന് ഫസ്റ്റ് നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വെജ് ഫുഡായിരുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, ജാം അങ്ങനെയുള്ളത്, പിന്നെ ഫ്രൂട്ട്സ്, സ്പ്രൗട്ട്സ്, ജ്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ട്രാവലും കൂടെ ചെയ്യുന്നതായതുകൊണ്ട് ജസ്റ്റ് ദോശയും ഇഡ്ഡലിയും അങ്ങനെയൊക്കെ കഴിച്ചോളൂ. പിന്നെ അർഷുവിനുള്ളത് ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്കും റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ പാർക്കിലാണ്. കറാഞ്ചി ലേക്കിൻ്റെ അടുത്തുള്ള ഒരു നാച്ചുറൽ പാർക്കാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പീകോക്ക് പാർക്കാണ്. മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഒരു നാച്ചുറൽ പാർക്ക്. സൂവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത്. അവിടെ മെയിനായിട്ട് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈ പാർക്ക്, പ്ലേ ഏരിയ, ഇതെല്ലാം ഉണ്ട്. മാത്രമല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ആ ഒരു ഏരിയയൊക്കെ. 2 സൈഡിലും നല്ല കാടുണ്ട്. അതിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസും ഉണ്ട്. അതവർ പറയുന്നുമുണ്ട് സ്നേക്സ് ഒക്കെ കാണും, അതുകൊണ്ട് ആ ഭാഗത്തൊന്നും പോകരുത് എന്നതിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് ഈ ഒരു നേച്ചർ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഒരു സൂത്തിങ് എഫക്റ്റായിരുന്നു. ചുറ്റും ബേർഡ്സിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളായിരുന്നു. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന്. മെയിൻ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എവിടെ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം കേട്ടോ. ഇപ്പം ഞാൻ ഈ പീകോക്കിൻ്റെ ഏരിയയിലോട്ടാണ് കയറുന്നത്. ഇത് തന്നെ ഞാൻ റൗണ്ട് അടിച്ചിട്ട് പിന്നെയും രണ്ടാമതും കയറി. ആദ്യം തന്നെ ചെന്ന് കയറിയപ്പോൾ ഫ്രണ്ടിൽ ഒരാളുണ്ടായിരുന്നു. ഇങ്ങനെ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്തൂടെയൊക്കെ പോകും, ക്രോസ് ചെയ്തൊക്കെ പോകും. അതിനും പേടിയില്ല നമ്മൾ, പക്ഷെ പേടിപ്പിക്കാനും പാടില്ല. സൗണ്ട് ഉണ്ടാക്കാൻ, കൂടുതൽ സൗണ്ട് ഉണ്ടാക്കരുത്. പിന്നെ അതിന് ഫുഡ് ഫീഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ആരും എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് അവിടെ നമ്മളെ വിളിച്ചത്. നോക്കാതെ പോയോണ്ടാണ്. താഴെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അത് ഇറങ്ങി വന്നില്ല. അത് അങ്ങനെ തന്നെ അവിടെ ഒരു സ്റ്റാച്യു കണക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി കണ്ട് കാഴ്ചകളെല്ലാം കണ്ടു പോയപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു 2-3 പീക്കോക്ക് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അർഷിവും ആരവും ഇങ്ങനെ പീക്കോക്കിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും കളിയും ബഹളവുമായിരുന്നു. ഇതേപോലെ തന്നെ വൈറ്റ് പീക്കോക്കും ഉണ്ട്. വൈറ്റ് കളറും ഉണ്ട്, പിന്നെ നമ്മൾ സാധാ പീക്കോക്കിൻ്റെ കളറും ഉണ്ടായിരുന്നു. 1-2 കുറേ പീക്കോക്കുകൾ ഉണ്ടായിരുന്നു. പീക്കോക്ക്, പീഹൻസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ പീകോക്ക് പാർക്കിൽ കയറിയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി വരുമ്പോഴും കയറാമല്ലോ എന്ന് കരുതി. പക്ഷേ ഇനിയും ഞാൻ മൈസൂർ വന്നാൽ ഞാൻ ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യും. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കുറച്ച് നേരം അർഷുവിനെ താഴെ ഇറക്കി അവൻ്റെ കൂടെ കളിയായിരുന്നു. അവനും ഇങ്ങനെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ വൈറ്റ് പീകോക്സ് ഉണ്ടായിരുന്നു, അതിനെയും കാണാൻ പറ്റി. അത് ലാസ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെയും ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ കറങ്ങി കണ്ടു. വൈറ്റ് പീക്കോക്കും കാണാൻ നല്ല രസമായിരുന്നു നോക്കായിരുന്നു. പക്ഷെ പീലിയുള്ളതൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. ഇതുപോലത്തെ പീക്കോക്സിനെ കണ്ടോളൂ. പിന്നെ പീക്കോക്ക് അല്ലാതെ അവിടെ ബ്ലാക്ക് സ്വാൻസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ സ്വാൻ ഒരുമിച്ച് പോകുന്ന കാണാനാണ് നല്ല രസമാണ് കേട്ടോ.
ഇതിൻ്റെ പീക്കും ഒക്കെ റെഡ് പീക്കാണ്, അതിൻ്റെ തുമ്പിൽ വന്നിട്ട് വൈറ്റ് ഇതുപോലെ ഒരു ബാൻഡ് ഒട്ടിച്ച് വെക്കണമൊക്കെ. എനിക്കും ഏട്ടനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു നാച്ചുറൽ പാർക്ക്. പീക്കോക്കിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പാർക്കിലോട്ടാണ് പോയത്. കുറച്ച് നേരം പിള്ളേർ അവിടെ നിന്ന് കളിച്ചു. പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ വ്യൂസൊക്കെ കാണുമായിരുന്നു. കുറച്ച് നേരം അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ ആ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ബോട്ടിങ്ങൊക്കെ ഉള്ള ഏരിയയിലൊന്ന് പോയി ഇരുന്ന് അവിടെ കാണാൻ നല്ല രസമുണ്ട്, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിള്ളേർ രണ്ടുപേരും ബേക്കിൽ നിന്ന് ഇതുപോലെ കളിയും ബഹളമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ കിടന്നുറങ്ങിക്കോളും, വലിയ ശല്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയത് ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിളിലാണ്. നല്ല മനോഹരമായ ഒരു കൃഷ്ണക്ഷേത്രമാണിത്. മൈസൂർ പാലസിൽ നിന്ന് 29 കിലോമീറ്ററാണ് പറയുന്നത്. പിന്നെ നമ്മൾ എത്തിയത് 1 അവറിലെത്തി. നമ്മൾ 12:30 ആയപ്പോഴാണ് എത്തിയത്. നല്ല കാർ പാർക്കിംഗ് ഒക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും നല്ല വ്യൂ ഉള്ള ഒരു ക്ഷേത്രം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറേ പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിൽ. കൃഷ്ണരാജ സാഗരത്തിനടുത്ത് ഹൊസ കന്നമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. 800 വർഷം പഴക്കവുമുള്ള ശില്പകലയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൽ ദക്ഷിണ സ്വീകരിക്കത്തില്ല. എല്ലായിടത്തും ക്ഷേത്രത്തിലെ എല്ലാ ഭാഗത്തും ഓഫറിംഗ് നോട്ട് അലൗഡ് എന്നും പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടു ചെന്നാലൊന്നും അവർ സ്വീകരിക്കത്തില്ല. അവിടെ വഴിപാടുകളൊന്നും സ്വീകരിക്കത്തില്ല. നമുക്ക് അകത്ത് കയറി ദർശനം കണ്ടിട്ട് വരാം. പിന്നെ ഒരു പ്രത്യേകത, കാവേരി നദീതീരത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ കണ്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും കുറച്ച് നേരം സമയം പോകാനും ഒക്കെ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിന്റും കൂടെയാണ് ഇത്. ക്ഷേത്രത്തിനകത്ത് ക്യാമറയൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ അകത്തേക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല. ഇതെല്ലാം പുറത്ത് കാണുന്ന വീഡിയോസാണ്. പക്ഷേ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു AC കയറി കണക്കാണ്. കാരണം ഭയങ്കര തണുപ്പാണ്. നമ്മൾ ആ ചൂട് കൊണ്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും അവിടുത്തെ കല്ലിൻ്റെ തണുപ്പും ഒക്കെ ഭയങ്കര ഒരു മാജിക് കണക്കായിരുന്നു. നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് നമ്മളൊരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി. ഒരു വീക്കെൻഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2 ഡേ ട്രിപ്പിന് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സാറ്റർഡേ രാവിലെ 6 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് സൺഡേ ഈവനിങ് 5:30 ആയപ്പോഴത്തേക്കും വീടെത്തി. പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീക്കെൻഡ് ട്രാവലായിരുന്നു ഇത്. ഇനിയും ഇതുപോലത്തെ ട്രാവൽ വ്ളോഗുമായിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.